ഹലോ ഗൈസ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇല്ലാത്ത റോട്ടിൽ കൂടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എന്റെ പിള്ളേരും കൂടെ ആമപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ഒരു ആമപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ വണ്ടറടിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എങ്ങനെ അപ്രൂവൽ കിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതിനെ ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു കുറച്ച് സ്ഥലം മാത്രമേ ഈ ഒരു സ്ഥലത്തുള്ളൂ. അതന്നെ നിങ്ങൾ കുറച്ച് അത്യാവശ്യം വണ്ണുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ കുടുങ്ങി പോയതിനുള്ളൂ. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ബാഗും കാര്യങ്ങളൊന്നും എടുത്ത് മണ്ടത്തരം ചെയ്തിട്ട് കയറാനൊക്കെ എടുത്തിട്ട് കുടുങ്ങിപ്പോകും. വന്ന അതേ സ്ഥലത്ത് കൂടെ എന്തായാലും ഒരു മടക്ക് പോക്കില്ല എന്ന് കൺഫേം ചെയ്യും. പക്ഷെ ഈ ഒരു റൂട്ട് കൂടെ ഇനി പോകണമെന്ന് നമുക്ക് ആദ്യം ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. കാരണം നിങ്ങൾ ആ നിലത്ത് കണ്ടല്ലോ, ഒന്ന് തെന്നി പോയി കഴിഞ്ഞാൽ പാറന്റെ നടുവിൽ പെടും. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഉരുണ്ടും കിടന്നും മറഞ്ഞൊക്കെയാണ് പുറത്ത് വരുന്നത്. ഞാൻ ഈ കാട്ടിക്കൂട്ടുന്ന നിങ്ങൾ കണ്ടില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങിയിട്ട് നേരെ നടക്കായിരുന്നു. അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു രാമക്കൽമേടിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എന്താണ് അതിന് ആ പേര് വരാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ കാണുന്നതാണ് രാമക്കൽമേട്. അവിടുന്ന് പിന്നെ അവർ രാമക്കൽമേടിന്റെ ഹിസ്റ്ററി എന്താണെന്നും ആ പേര് വരാനുള്ള കാരണം എന്താണെന്നും എന്താണ് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഞങ്ങൾ സൈഡായി. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.